ഹലോ ഇൻ്റർനെറ്റ് വേൾഡ്, എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള എല്ലാവർക്കും മനോജ് 108 എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ റീസെൻ്റായിട്ട് സൂയിസൈഡ് ചെയ്ത സൗത്ത് ഇന്ത്യയിലെ ഫേമസ് ബിൽഡറായ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഉടമയും സ്ഥാപകനുമായ ഡോക്ടർ സി ജെ റോയെ പറ്റിയാണ്. ശരിക്കും സി ജെ റോയ് ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതകമാണോ? ഞാൻ സിനിമ പൈസക്ക് ഉണ്ടാക്കുന്ന ആളല്ല. ഞാൻ സിനിമ ഉണ്ടാക്കുന്നത് പാഷന് വേണ്ടിയാണ്. എൻ്റെ ഒരു സന്തോഷം പാഷന് വേണ്ടിയാണ് ചെയ്യണത്. അതാണ് എൻ്റെ ഒരു സിനിമയുടെ ആറ്റിറ്റ്യൂഡ്. കോൺഫിഡൻറ്റ് ഒരു സീറോ ഡെറ്റ് കമ്പനിയാണ്. സോ ഞങ്ങൾ കടം മേടിക്കാറില്ല. കടം ധനമെന്ന് വിചാരിക്കുന്ന ഒരു ടീമല്ല. കടം കൊടുക്കാറുണ്ടോ സാർ? ഇല്ല, കൊടുക്കാറില്ല. കടം കൊടുക്കാറുമില്ല, കടം മേടിക്കാറുമില്ല. ഞാൻ HP-യിലായിരുന്നു 1997 വരെ. I am a technocrat. I was the first person to have implemented ERP, Enterprise Resource Planning. അങ്ങനെ ഒരു ദിവസം റിയൽ എസ്റ്റേറ്റിലേക്ക് ഞാൻ ചോയ്സ് ആയിട്ട് വന്നതാണ്. ഞാൻ ബ്രോക്കറായിട്ട് വന്നതല്ല, അല്ലാണ്ട് ഈ ഫീൽഡ് വേണം എന്ന് വെച്ച് ഞാൻ വന്ന ആളാണ്. In the last 20 years, we have created this magnificent group called as Confident Group. We have over 15,000 customers. എനിക്ക് ഒരു കംപ്ലൈന്റ് പോലും ഇല്ല. എന്ന് വെച്ചാൽ അത്ര ഞങ്ങൾ കസ്റ്റമർ ഓറിയന്റഡ് കമ്പനിയാണ്. ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞു കാണാം, ഞാൻ കുറെ കഷ്ടപ്പെട്ടു, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ബിസിനസ് വന്നത്. എൻ്റെ ഒരു വ്യത്യസ്ത സ്റ്റോറിയാണ്. ഞാൻ ഒരു ദിവസം പോലും കഷ്ടപ്പെട്ടിട്ടില്ല. ലൈഫ് ആസ് എ സെലിബ്രേഷൻ പറഞ്ഞ ആളാണ്. ഓൾറൈറ്റ്. ഡോക്ടർ സി ജെ റോയിയുടെ ജനനം തൃശ്ശൂരിലുള്ള ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡേറ്റ് ഓഫ് ബർത്ത് February 12, 1969. രാവിലെയാണ് ജനനം. കുംഭൻ ലഗ്നമാണ്. നമ്മൾ ബർത്ത് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴത്തേന് ഇങ്ങനെയൊരു ഗ്രഹനിലയാണ് കിട്ടുന്നത്. ഇതിനെ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ വിധിയെന്നും ഡെസ്റ്റിനി എന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷം പഠിക്കുന്നവരും ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ബർത്ത് ടൈം കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ പറ്റും. അസ്ട്രോളജി ശരിക്കും പഠിച്ച ഒരാൾക്കാണെങ്കിൽ. നമ്മൾ ഈ ലോകത്ത് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ജ്യോതിഷം കൊണ്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമാധാനം നമുക്ക് കിട്ടത്തുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിധി എന്താണെന്നും നമ്മൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വഴിയിലൂടെ യാത്ര ചെയ്യുമെന്നൊക്കെ അറിയണമെന്ന ഒരു ടൂളാണ് അസ്ട്രോളജി. ഓക്കെ, അസ്ട്രോളജി കൊണ്ട് ആരുടെയും വിധി മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ എന്താണോ അത് നമുക്ക് വന്നു ചേരും. അപ്പം മിസ്റ്റർ റോയിയുടെ ചാർട്ട് കേരളത്തിലുള്ള ബിസിനസ്സുകാരും അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ പഠിച്ചിരിക്കേണ്ട ഒരു ചാർട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ആകണമെങ്കിൽ നമുക്ക് അതിന് വിധിക്കപ്പെട്ടവർക്ക് മാത്രമേ അതാകാൻ പറ്റത്തുള്ളൂ. മിസ്റ്റർ റോയിയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാർട്ട് നോക്കുമ്പോഴത്തേന് ലഗ്നാധിപനായ ശനി 2-ൽ നിൽക്കുവാണ്. അതും 4-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചത്തിൽ ലഗ്നാധിപനായ ശനിയോടും നിൽക്കുകയാണ്. ഈ ഒരു അലൈൻമെൻറ്റാണ് മിസ്റ്റർ റോയിയെ മരണം വരെ രാജാവായിട്ട് ജീവിപ്പിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് 10-ൽ കുജനും ചന്ദ്രനും നെപ്റ്റ്യൂണുമായിട്ട് നിൽക്കുവാണ്. ഇതൊരു വെൽത്ത് അക്യുമുലേറ്റിംഗ് യോഗവും അതുപോലെ തന്നെ പഞ്ചമുഖ പുരുഷ യോഗവും എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുജന് 4, 7, 10 സ്ഥാനങ്ങളിൽ അതിൻ്റെ സ്വക്ഷേത്രത്തിലോ മൂലത്രികോണ ക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുവാണെങ്കിൽ പഞ്ചമുഖ പുരുഷ യോഗം ഒരു യോഗമാണ്. ഓക്കെ, അപ്പം ഈ യോഗപ്രകാരം 70 വയസ്സ് വരെയാണ് ഈ വ്യക്തിക്ക് ആയുസ്. എന്തുകൊണ്ട് ഡോക്ടർ സി ജെ റോയ് 57-ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്തു? ഞാൻ ഈ ചാർട്ട് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഭാഗ്യസ്ഥാനം ഒക്കെ അത്യുച്ചത്തിലാണ്. 4-ാം ഭാവാധിപന് ആയ ശുക്രന് ഉച്ചത്തിലാണ്. 9-ാം ഭാവാധിപനായ ശുക്രന് ഉച്ചത്തിലാണ്. അപ്പം ഈ പുള്ളിക്കാരന് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യവും പുള്ളി എവിടെ നോക്കുന്നോ അത് പുള്ളിയുടെ സ്വന്തമാവും ചന്ദ്രദശയിൽ. ഈ ഒരു ചാർട്ട് പ്രകാരം ചന്ദ്രദശ മാത്രമേ ഉള്ളൂ ഒരു നല്ല കാലം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം. അത് 2004 4-ാം മാസം തൊട്ട് 2014 4-ാം മാസം വരെയാണ്. ഈ ഒരു കാലഘട്ടമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അത്യുച്ചത്തിലെത്തിയത്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ് ചെയ്യുവാണെങ്കിലും ജോലി ചെയ്യുവാണെങ്കിലൊക്കെ നമ്മുടെ ബർത്ത് ഡീറ്റെയിൽസ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ, നല്ലതായിട്ട് അറിയാവുന്ന ഒരു ജ്യോതിഷം അറിയാവുന്ന ഒരാളുടെ അടുത്ത് പോയി നമ്മുടെ ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ
ത്രൂ ഔട്ട് ലൈഫിൽ എല്ലാ സമയത്തും നല്ല കാലം വരത്തില്ല. ചിലവർക്ക് ജനനം തൊട്ട് മരണം വരെ ഒരു മിഡ് ലെവലിൽ പോവും. ചിലവർക്ക് ചില ദശാസന്ധി വരുമ്പോൾ തന്നെ അവർ അത്യുച്ചത്തിലെത്തും. അതുതന്നെയാണ് മിസ്റ്റർ റോയ്ക്ക് സംഭവിച്ചത്. പക്ഷേ റോയ്ക്ക് ചില ഈ ചാർട്ട് പ്രകാരം ഇതിനകത്ത് ഭാഗ്യസ്ഥാനമൊക്കെ ഉച്ചത്തിലാണെങ്കിലും പഞ്ചമഹാപുരുഷ യോഗം ഉണ്ടെങ്കിലും 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഡോക്ടർ സി.ജി. റോയ് മരണപ്പെട്ടത്. ഒന്ന് 4-ാം ഭാവാധിപനായ ശുക്രൻ കാരണവും അത് ശനിയായിട്ട് 2-ൽ രാഹുവായിട്ട് നിൽക്കും. ഇതൊരു ഹെവി ആയിട്ടൊരു അഫ്ലിക്ഷനാണ്. ഓക്കെ, അപ്പം ഈ ചാർട്ട് പ്രകാരം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന് മെൻ്റൽ ഇൽനെസ് ഉണ്ട്. അതുപോലെ തന്നെ സൂയിസൈഡ് ടെൻഡൻസി 90% ഈ ചാർട്ടിൽ കാണുന്നുണ്ട്. ഞാൻ ഈ പർട്ടിക്കുലർ ചാർട്ട് 3 സെക്ഷനായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് മെൻ്റൽ ഇൽനെസ്, അതുപോലെ തന്നെ രണ്ടാമത്തേത് സൂയിസൈഡ് ടെൻഡൻസി, അതുപോലെ മൂന്നാമത്തേത് 70 വയസ്സ് വരെ ആയുസ്സുള്ള ഒരു ചാർട്ട് എന്തുകൊണ്ട് 57ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി മുഖാന്തരം മരണപ്പെട്ടു. ഡോക്ടർ റോയ് മെർക്കുറി ദശയിലാണ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് കേതുദശ, ശുക്രന്, അതുപോലെ തന്നെ സൂര്യദശയിലാണ് പുള്ളിക്കാരന് HP-യിൽ വർക്ക് ചെയ്യുന്നതും HP-യിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങുന്നതും 2005-ൽ. 2004 4-ാം മാസം തൊട്ട് 2014 4-ാം മാസം വരെ മിസ്റ്റർ റോയുടെ ഏറ്റവും പീക്കായിട്ടും നല്ലൊരു സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുജദശയിലാണ് പുള്ളിക്കാരനെ ശരിക്കും ട്രാപ്പിൽ പെടുന്നത്. ഒരു പ്രോക്സി ആയിട്ടോ ഒരു ബിസിനസ് ബിനാമി ആയിട്ടുള്ള ഒരു ബിസിനസ് ടൈക്കൂണായിട്ട് മിസ്റ്റർ റോയ് മാറിയത്. ഈ കുജദശയും രാഹുദശയാണ് മിസ്റ്റർ റോയിയെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിച്ചത്. ഓക്കെ, അപ്പം അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അസ്ട്രോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചാർട്ടാണുള്ളത്. രാശി ചാർട്ടും ഭാവചലത്തും D13. അപ്പം D13 ഭാവചലത്തും നോക്കുമ്പോഴത്തേനാണ് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഓൾറൈറ്റ്, നമ്മൾ ഈ ചാർട്ട് പ്രകാരം ഡോക്ടർ സി.ജി. റോയ്ക്ക് മെൻ്റൽ ഇൽനെസ് രാഹുദശയിൽ വരും. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയകാല ഗ്രന്ഥങ്ങൾ, ജ്യോതിഷത്തിൻ്റെ സ്ക്രിപ്റ്റേഴ്സൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേന് അതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും എന്തുമാത്രം സത്യമാണെന്ന് നമുക്ക് ചില ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ റോയുടെ ചാർട്ട് പ്രകാരം ശുക്രനും ചന്ദ്രനും ഹെവി ആയിട്ടുള്ള അഫ്ലിക്ഷനാണ്. ഓക്കെ, അപ്പം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശുക്രനോ ചന്ദ്രനോ ബുധനോ, റോയുടെ ശുക്രനോ ചന്ദ്രനോ ബുധനോ ഹെവി ആയിട്ടുള്ള അഫ്ലിക്ഷന് ഒരു ചാർട്ടിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർട്ട് പ്രകാരം ആ പർട്ടിക്കുലർ വ്യക്തിക്ക് ശനിക്കും വ്യാഴത്തിനും ബലമില്ലെങ്കിൽ, ശനിക്കോ വ്യാഴത്തിനോ രാഹുവിനോ ബലമില്ലാതെ ഹെവി ആയിട്ടുള്ള അഫ്ലിക്ഷനായിട്ട് നിൽക്കുവാണെങ്കിൽ 100% രാഹുർദശയിൽ പുള്ളിക്ക് ഒരു മെൻ്റൽ സൈക്കോളജിക്കൽ കംപ്ലൈൻറ്റ് അതിൻ്റെ പീക്കിലെത്തും. അതുതന്നെയാണ് മിസ്റ്റർ റോയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ റോയുടെ ശുക്രനും ചന്ദ്രനും ഹെവി ആയിട്ടുള്ള അഫ്ലിക്ഷനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രന് ശനിയും രാഹുവായിട്ട് 2-ൽ നിൽക്കുവാണ്. 8-ൽ നിന്ന് കേതുവും വ്യാഴവും അതിനെ വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഹു 10-ൽ നിൽക്കുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ ഈ ചാർട്ട് പ്രകാരം മിസ്റ്റർ റോയുടെ പല കാര്യങ്ങളും ആക്ടിവിറ്റീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വർത്തമാനവും പുള്ളിക്കാരൻ്റെ രീതികളിലൊക്കെ ഒരു അബ്നോർമാലിറ്റിയാണ് പല രീതിയിലും കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് പുള്ളിയുടെ കാർ കളക്ഷൻസും അതുപോലെ തന്നെ അസറ്റും ഒക്കെ. ഓക്കെ, ഈ ഒരു ജാതകപ്രകാരം ചന്ദ്രദശ കഴിഞ്ഞപ്പോൾ തന്നെ മിസ്റ്റർ റോയ്ക്ക് പ്രശ്നങ്ങൾ തുടങ്ങി. അത് നമ്മൾ മനസ്സിലാകണമെങ്കിൽ മിസ്റ്റർ റോയുടെ ഭാവചലത്തെടുക്കണം. അസ്ട്രോളജിയിൽ രാശി ചാർട്ടിനെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ് നിങ്ങളുടെ ബർത്ത് ടൈം അക്യുറേറ്റായിട്ട് കിട്ടുവാണെങ്കിൽ ഭാവചലത്തും D13. അത് കഴിഞ്ഞിട്ടാണ് ഈ രാശി ചാർട്ട്. ചിലവരുടെ രാശി ചാർട്ടും ഭാവചലത്തും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഒരു 90% ആൾക്കാരുടെയും രാശി ചാർട്ടും ഭാവചലത്തും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സെക്ഷൻ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ പലരും
ഫെയിലാകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ഫെയിലാകുന്നത്. ഡോക്ടർ സി ജി റോയിയുടെ ബർത്ത് ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ആസ്തിയുള്ള ഒരു മനുഷ്യന് 10,000 കോടിയിലധികം ആസ്തിയുള്ള ഒരു മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ സൂയിസൈഡ് ചെയ്യുകയാണ് ജനുവരി 30, 2026. ശരിക്കും സിജു റോയി ആത്മഹത്യ ചെയ്തതാണോ അതോ ഒരു തേർഡ് പാർട്ടി മുഖാന്തരം മരണപ്പെട്ടതാണോ? എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? ഈ ചാർട്ട് നോക്കുമ്പോൾ തന്നെ അത് നമ്മൾക്ക് ക്ലിയർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ പ്ലാനറ്ററി അലൈൻമെൻറ്റ് സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞിരിക്കുന്നത് ശനിയും കേതുവും അതുപോലെ തന്നെ വ്യാഴവും കേതുവും 2, 7, 8, 12 സ്ഥിതി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലോസ് പറയുന്നുണ്ട്, ശനിക്കും വ്യാഴത്തിനും ബലമില്ലാതിരിക്കുക, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള അഫ്ലിക്ഷൻ വരിക, പാപഗ്രഹങ്ങളാൽ വീക്ഷിക്കുക, അതുപോലെ തന്നെ രാഹുവിന് ബലമില്ലാതിരിക്കുക. ഇത്രയും ക്ലോസ് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ രാഹു ദശയിൽ ഒരു 90% ആൾക്കാർ സൂയിസൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അപമൃത്യു സംഭവിക്കുകയോ ചെയ്യും. എന്തുകൊണ്ട് സി ജി റോയി 57-ാമത്തെ വയസ്സിൽ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി മുഖാന്തരം മരണപ്പെട്ടു? അതറിയണമെങ്കിൽ 3 ചാർട്ട് നമ്മൾ നോക്കണം. ഈ രാശി ചാർട്ടും ഭാവജലത്തും അതുപോലെ തന്നെ D30. നമ്മൾ രാശി ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഈ ചാർട്ടിൽ മെൻ്റൽ ഇൽനെസ്സും സൂയിസൈഡ് ടെൻഡൻസിയും 70 വയസ്സ് വരെ ആയുസ്സും പറയുന്ന ഒരു ചാർട്ടാണ്. നമ്മൾ D30 ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ റോയിയുടെ D30യിൽ രാഹു 10 നെപ്റ്റ്യൂണും ബുധനും കേതുവും യുറാനസുമായിട്ട് നിൽക്കുവാണ്. ഈ ഒരു കാലഘട്ടം, രാഹു ദശ കാലഘട്ടം, ഒരു ഹൈ ക്ലാസ് ചീറ്റിംഗ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് മിസ്റ്റർ റോയ്ക്ക് ഡിപ്രഷനും അതുപോലെ തന്നെ പല രീതിയിലുള്ള ട്രാപ്പിൽ മിസ്റ്റർ റോയ് പെട്ടത്. അതറിയണമെങ്കിൽ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഭാവജലത്ത് എടുക്കണം. ഭാവജലത്ത് വരുമ്പോഴത്തേന് റോയുടെ രാശി ചാർട്ടിലുള്ള ഗ്രഹനിലയല്ല ഭാവജലത്ത്. ഭാവജലത്ത് എടുക്കുമ്പോഴത്തേന് കളം മാറി. 2 രാഹു ലഗ്നത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ശനിയുടെ 8 കുജൻ നിൽക്കുവാണ്. ആ കുജദശയിലാണ് ഈ വക കാര്യങ്ങളെല്ലാം പുള്ളി കൈവച്ചത്. ഓക്കെ, ഒരു പ്രോക്സി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബിനാമിയായിട്ടുള്ള ഒരു ബിസിനസ് ടൈക്കോണൊക്കെ ആയിട്ട് പുള്ളി എൻ്റർ ചെയ്തത്. രാഹു ദശയിൽ പുള്ളിയുടെ രാശി ചാർട്ടിലെ ഗ്രഹനില വെച്ച് നോക്കുമ്പോഴത്തേന് രാഹു ദശയിലാണ് ശരിക്കും പുള്ളിക്ക് നാശം തുടങ്ങിയത്. ശനിയുടെ 12 രാഹുവാണ്. ഓക്കെ, ശനിയുടെ 6, 8, 12 രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാലഘട്ടം വളരെ മോശപ്പെട്ട കാലഘട്ടമായിരിക്കും. അപ്പം ഏത് രീതിയിലാണ് മിസ്റ്റർ റോയ് മരിച്ചതെന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ രാശി ചാർട്ട് നോക്കുമ്പോഴത്തേന് ക്ലിയറായിട്ട് സൂയിസൈഡ് ചെയ്തതാണ്. പക്ഷേ ഭാവജലത്ത് എടുക്കുമ്പോഴത്തേന് സൂയിസൈഡ് ടെൻഡൻസി എല്ലാം മാറി. ആക്ച്വലി 2 നിൽക്കുന്ന ശനി മാത്രമേ ഉള്ളൂ. 2 ശനി നിൽക്കുവാണെങ്കിൽ വെടിയേറ്റ് മരിക്കണമെന്നാണ്. അത് ഒരു തേർഡ് പാർട്ടി മുഖാന്തരമോ അല്ലെങ്കിൽ സ്വയം സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭാവജലത്ത് എടുക്കുമ്പോഴത്തേന് കാണുന്നില്ല. എന്ത് റീസൺ കൊണ്ടാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാം ഭാവത്തിലുള്ള ഏതെങ്കിലും കാരണം കൊണ്ടായിരിക്കും മിസ്റ്റർ റോയ് മരിച്ചിരിക്കുന്നത്. ഭൂമിപരമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ചാനൽ വന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജ്യോതിഷത്തിൽ റിസർച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.